ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. നിധിയുടെ ബർത്ത്ഡേ ദിവസം സുധീഷ് തന്റെ പ്രണയം നിധിയോട് തുറന്നു പറയുകയാണ്. നിധിയെ ആദ്യമായി കണ്ടപ്പോൾ തന്നെ തനിക്ക് ഇഷ്ടമായിരുന്നുവെന്നും നിധിയെ ഡിവോഴ്സ് ചെയ്യാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ സുധീഷ് പറയുമ്പോൾ എല്ലാം കേട്ട് നിധി മിണ്ടാതെ നിൽക്കുകയാണ്. നിധിക്കും എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാമെന്ന് സുധീഷ് പറയുമ്പോൾ നിധി ചോദിക്കുകയാണ്, ഞാൻ പറഞ്ഞായിരുന്നോ സുധീഷ് എനിക്ക് സുധീഷിനെ ഇഷ്ടമാണെന്ന്? എനിക്ക് സുധീഷിനെ ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം പറ. മനസ്സിലായില്ല നിധി എന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയുകയാണ്, എനിക്ക് സുധീഷിനെ ഇഷ്ടമാണെന്നല്ലേ സുധീഷ് പറഞ്ഞത്? ഞാൻ ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം പറ. ഞാൻ എന്തിനു നിങ്ങളെ ഇഷ്ടപ്പെടണം? അവൾ സുധീഷ് പറയുകയാണ്, എന്തിനെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല നിധി. നിധിക്ക് വിവാഹം മുടക്കി തിരുവനന്തപുരത്തേക്ക് വരണമെന്നുണ്ടായിരുന്നു. ഞാനല്ലേ നിധിയെ കൂട്ടിക്കൊണ്ടു വന്നത്. നിധി ആഗ്രഹിച്ചതുപോലെ ആ കല്യാണവും മുടങ്ങിപ്പോയി. ഇപ്പൊ തിരുവനന്തപുരത്ത് ജോലി ചെയ്യാനും തുടങ്ങി. ഇതിനെല്ലാം ഞാനല്ലേ നിധിയെ സഹായിച്ചത്. അപ്പൊ നിധി പറയുകയാണ്, അതെ, ഇതൊക്കെ നടക്കാൻ സുധീഷ് തന്നെ എന്നെ സഹായിച്ചത്. ഞാൻ ഇല്ലെന്ന് പറഞ്ഞില്ലല്ലോ. നിങ്ങൾ ചെയ്തു തന്ന സഹായത്തിനെല്ലാം ഞാൻ നന്ദിയാ പറയേണ്ടത്. എന്തിന് പ്രണയിക്കണം? നിങ്ങളെ പോലൊരു ഫ്രോഡിനെ ഞാൻ എന്തിനു പ്രണയിക്കണം? വിഷമത്തോടു കൂടി സുധീഷ് ചോദിക്കുന്നു, ഫ്രോഡോ? നിധി എന്തേ പറയുന്നത്? അപ്പൊ നിധി ചോദിക്കാണ്, ഞാൻ എവിടെ പോയിട്ട് വന്നതെന്ന് സുധീഷിന് അറിയാമോ? സംശയത്തോടു കൂടി സുധീഷ് ചോദിക്കുന്നു, എവിടെ പോയി? നിധി ഓഫീസിലേക്കല്ലേ പോയിട്ട് വന്നത്? അപ്പോൾ നിധി പറയുകയാണ്, നമ്മുടെ കല്യാണം നടന്നില്ലേ, ആ സ്റ്റേഷനിലേക്കാ പോയിട്ട് വന്നത്. നമ്മുടെ കല്യാണം നടത്തി തന്ന കോൺസ്റ്റബിൾ ഗോപിയെ കണ്ടിട്ടാ ഞാൻ വരുന്നത്. നമ്മൾ ഡിവോഴ്സിന് അപ്ലൈ ചെയ്താൽ ഉടനെ ഗോപി എന്നെ ഫോൺ ചെയ്ത് ഡിവോഴ്സ് ചെയ്യരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടാ? എവിടെയോ എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതാ ഞാൻ ഗോപി സാറിനെ നേരിട്ട് ചെന്ന് കണ്ടത്. നിങ്ങളുടെ നാടകമെല്ലാം ഞാൻ മനസ്സിലാക്കി. ഗോപി സാർ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു. നിങ്ങൾ എന്താ പറഞ്ഞത്? ഗോപി സാറിനോട് വക്കീലായിരിക്കും പറഞ്ഞത്, അല്ലെങ്കിൽ കോർട്ടിൽ നിന്നും ഇൻഫോം ചെയ്തതായിരിക്കും എന്ന്. നിങ്ങൾക്ക് എങ്ങനെ തോന്നി ഇങ്ങനെ നാണമില്ലാതെ കള്ളം പറയാൻ? നിങ്ങളാ ഗോപി സാറിനെ പോയി കണ്ട് എന്നെ ഫോൺ ചെയ്ത് ഡിവോഴ്സ് ചെയ്യാൻ പാടില്ലെന്ന് പറയണമെന്ന് പറഞ്ഞത്. ഇത് ആദ്യമായിട്ടല്ല. നിങ്ങൾക്ക് വേണ്ടി ഗോപി സാർ സംസാരിക്കുന്നത് രണ്ടാമത്തെ തവണയാ. നിങ്ങളുടെ നിർബന്ധം സഹിക്കാനാകാതെയാ ഗോപി സാറ് എന്നെ ഫോൺ വിളിച്ച് ഡിവോഴ്സ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? ഇത് കേട്ട് ടെൻഷനോടുകൂടി സുധീഷ് പറയുന്നു, അതല്ല നിധി. അപ്പൊ നിധി പറയുകയാണ്, പറ എപ്പോഴും റെഡിമെയ്ഡായിട്ട് പോക്കറ്റിൽ ഒരു കള്ളം കാണുമല്ലോ, പറ സുധീഷ്. അപ്പോൾ സുധീഷ് പറയുകയാണ്, നിധി കള്ളൊന്നും അല്ല. സത്യമായിട്ടും എനിക്ക് നിധിയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. നിധിയെ ഡിവോഴ്സ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല. അതെങ്ങനെ തടയണമെന്നും എനിക്കറിയില്ലായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞാൽ നിധി ഡിവോഴ്സ് വേണ്ടാന്ന് വെച്ചാലോ? ഇത് കേട്ട് നിധി പറയുകയാണ്, അതെ ഞാൻ പൊട്ടിയല്ലേ. ഡിവോഴ്സിന് അപ്ലൈ ചെയ്താൽ കോർട്ടിൽ നിന്നും പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്യും. അതുകൊണ്ടാണ് കോൺസ്റ്റബിൾ ഗോപി എന്നെ ഫോൺ വിളിച്ച് വിരട്ടുന്നതെന്നല്ലേ സുധീഷ് പറഞ്ഞത്. ആ നുണ ഞാൻ വിശ്വസിച്ചില്ലേ? അപ്പൊ ഞാൻ പൊട്ടിയല്ലേ? അയ്യോ, അങ്ങനെയൊന്നും അല്ല നിധി എന്ന് സുധീഷ് പറയുമ്പോൾ തടങ്ങോട് നിധി പറയുകയാണ്, മിണ്ടരുത്. നിങ്ങളുടെ സംസാരം കേൾക്കുന്നതേ എനിക്ക് ഇറിറ്റേഷനാ. ഞാനൊന്ന് ചോദിച്ചില്ലായിരുന്നോ ആധാർ കാർഡ് ഇല്ലാതെ നമ്മുടെ കല്യാണം എങ്ങനെയാ നടന്നേന്ന്? അപ്പൊ എന്താ പറഞ്ഞത്? എനിക്കറിയില്ല. ഒരുപക്ഷെ നിധിയുടെ അച്ഛൻ കൊടുത്തതായിരിക്കും, ഇല്ലെങ്കിൽ നിധിയുടെ ചേട്ടൻ കൊടുത്തതായിരിക്കും, അതും അല്ലെങ്കിൽ അവര് പോലീസുകാരല്ലേ, അവര് തന്നെ കണ്ടുപിടിച്ചെടുത്തതായിരിക്കും. ഇങ്ങനെയൊക്കെയല്ലേ പറഞ്ഞത്? നിങ്ങളുടെ മനസാക്ഷിയെ തൊട്ട് പറയാമോ? ശരിക്കും ഇതാണോ സംഭവിച്ചത്? പറ സുധീഷ്. മടിയോടുകൂടി സുധീഷ് പറയുന്നു, അതെ നിധി. ഇത് കിട്ടിയ നിധി പറയുകയാണ്, നുണ. നിങ്ങൾ പറയുന്നതെല്ലാം നുണയാ. എന്റെ ആധാർ കാർഡ് നിങ്ങളാ കൊടുത്തത്. പക്ഷെ പ്രൂഫ് കൊടുക്കാതെയാണ് നമ്മുടെ കല്യാണം നടന്നതെന്ന് നിങ്ങൾ എന്നെ വിശ്വസിപ്പിച്ചു. ഇപ്പൊ എനിക്ക് തോന്നുവാ നിങ്ങൾ എന്നെ ചതിച്ച് കല്യാണം കഴിക്കാൻ വേണ്ടിയാ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതെന്ന്. അങ്ങനെയല്ലേ? അന്ന് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു ഡ്രാമ സെറ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് എന്നെ കല്യാണം കഴിച്ചു. നിങ്ങൾ തക്കലയിലേക്ക് വന്ന നാൾ മുതൽ എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തതല്ലേ? പ്ലാൻ ചെയ്ത് അനുകൂലമായ സിറ്റുവേഷൻസ് ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു നിങ്ങൾ. ഇത് കേട്ട് സുധീഷ് പറയുന്നു, അയ്യോ നിധി, ഞാൻ അങ്ങനെ ഒരു പ്ലാനും ചെയ്തിട്ടില്ല. ഇതൊക്കെ സംഭവിച്ചു പോയതാ. നിധി നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ എപ്പോഴെങ്കിലും നിധിയോട് പറഞ്ഞോ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണമെന്ന്? ഞാൻ തക്കലയിലേക്ക് വരുമെന്നുള്ള കാര്യം എനിക്ക് പോലും അറിയില്ലായിരുന്നു. നിധിയുടെ കല്യാണം ഫിക്സ് ആയ കാര്യം ഞാൻ എങ്ങനെ അറിയാനാ? നിധിക്ക് ആ കല്യാണത്തിന് ഇഷ്ടമല്ലെന്നും എനിക്ക് എങ്ങനെ അറിയാനാ? അതെല്ലാം അപ്രതീക്ഷിതമായി നടന്ന കാര്യങ്ങളാ. ആ കല്യാണം നിധിക്ക് ഇഷ്ടമില്ലായിരുന്നു. അതുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചു. അതിന് ഞാൻ ഐഡിയ പറഞ്ഞു തന്നതല്ലേ ഉള്ളൂ. ഒരു ദിവസം പോലും അതിനുവേണ്ടി നിധിയെ ഞാൻ ഫോഴ്സ് ചെയ്തിട്ടില്ല. നിധി ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ജീവിതം നേടിയെടുക്കാൻ വേണ്ടിയല്ലേ ഞാൻ നിധിയെ തക്കലയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അപ്പോഴും എനിക്ക് നിധിയെ ഇഷ്ടമായിരുന്നു. പക്ഷെ കല്യാണം കഴിക്കാനൊന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. അന്ന് രാത്രി നിധിയെ സൂര്യ വിളിച്ചപ്പോൾ വീട് വിട്ട് ഇറങ്ങിപ്പോയ കാര്യം നിധി പറയാൻ തുടങ്ങിയപ്പോൾ പറയരുതെന്നല്ലേ ഞാൻ പറഞ്ഞത്. നിധി നന്നായിട്ടൊന്ന് ആലോചിച്ചു നോക്ക്. നിധി അപ്പോഴത്തെ ദേഷ്യത്തിൽ സൂര്യയോട് അത് പറഞ്ഞതുകൊണ്ടാണ് നിധിയുടെ അച്ഛൻ ആളുകളെയും കൂട്ടി നമ്മുടെ പിന്നാലെ വരാൻ തുടങ്ങിയത്. വേറെ വഴിയില്ലാതെയാ നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയത്. ഇതൊക്കെ എങ്ങനെ ഒരാൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും? ഞാനുമായി ഇതിന് ഒരു ബന്ധമില്ല നിധി. നിധി ചോദിക്കുന്നു, എങ്ങനെ സാധിക്കുന്നു സുധീഷെ ഇങ്ങനെ നല്ലവനായി കഥ പറഞ്ഞുകൊണ്ടിരിക്കാൻ? ശരി, പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത് വരെ സുധീഷ് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ലെന്ന് തന്നെ ഇരിക്കട്ടെ. ആധാർ കാർഡ് ഇല്ലാതെ എങ്ങനെ ഈ കല്യാണം നടന്നത്? സുധീഷ് ഒന്നും മിണ്ടാതെ ടെൻഷനോടുകൂടി നിൽക്കുമ്പോൾ നിധി ചോദിക്കുന്നു, മറുപടിയില്ലേ? പറയൂ സുധീഷ്.
സുധീഷെ മറുപടിയില്ലേ? എങ്ങനെ ഒരാൾക്ക് ഇത്രയും കള്ളം പറയാൻ കഴിയുന്നു? ഇതൊരു പെണ്ണിന്റെ ജീവിതമല്ലായിരുന്നോ? നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിഞ്ഞു? നിങ്ങൾ ഇതുവരെ പറഞ്ഞ കള്ളമെല്ലാം ഞാൻ ക്ഷമിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ക്ഷമിച്ചതെന്ന് അറിയുമോ? ആ നുണയൊന്നും ഇതുവരെ എന്റെ ജീവിതത്തെ ബാധിക്കാത്തത് കൊണ്ട്. പക്ഷെ ഇത് അങ്ങനെയല്ലല്ലോ. ആധാർ കാർഡ് നിങ്ങളുടെ ഫോണിലുണ്ടായിട്ടും ഞാൻ എവിടെല്ലാം അലങ്ങി തിരിഞ്ഞു നടന്നു. എത്ര ഹോസ്റ്റലിൽ ഞാൻ കയറി ഇറങ്ങി. അവിടെ എല്ലാം ആധാർ കാർഡ് ചോദിക്കുമ്പോൾ നിങ്ങളുടെ പോക്കറ്റിൽ അത് വെച്ച് ചതിച്ചില്ലേ നിങ്ങൾ? ഒന്ന് മധുരെ സുധീഷ് പറയുന്നു. നിധി അങ്ങനെയൊന്നും അല്ല, എനിക്ക് ഓർമ്മ വന്നില്ല, ഞാൻ എപ്പോഴും മറന്നുപോയത് ആ കാര്യം. നിധി ചോദിക്കുന്നു, അതെങ്ങനെ മറക്കും? പോലീസ് സ്റ്റേഷനിൽ വെച്ച് കല്യാണം കഴിക്കുമ്പോൾ ആധാർ കാർഡ് വേണമെന്ന് അവര് പറഞ്ഞില്ലേ? അപ്പൊ സുധീഷ് മറന്നില്ലായിരുന്നല്ലോ. അന്ന് നിങ്ങൾക്ക് എന്നെ കല്യാണം കഴിക്കുക എന്നുള്ളത് ആവശ്യമായിരുന്നു. അതുകൊണ്ട് ആ ആധാർ കാർഡ് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കാണിച്ച് എന്നോട് കള്ളം പറഞ്ഞു. തിരുവനന്തപുരത്തേക്ക് വന്നപ്പോൾ എന്നെ നിങ്ങളുടെ വീട്ടിൽ താമസിപ്പിച്ച് റിസപ്ഷൻ നടത്തി നാട് മുഴുവൻ ഞാൻ നിങ്ങളുടെ ഭാര്യയാണെന്ന് അറിയിച്ചു. ഹോസ്റ്റലിലേക്ക് ഞാൻ പോകുമോ എന്ന് പേടിച്ച് നിങ്ങളുടെ പോക്കറ്റിൽ എന്റെ ആധാർ കാർഡ് വെച്ച് നിങ്ങൾ എന്നെ ചതിച്ചു. നിങ്ങളുടെ വീട്ടിൽ നിന്നും ഞാൻ പോകുമെന്നുള്ള ഭയമായിരുന്നു നിങ്ങൾക്ക്. ഞാൻ അവിടെ തന്നെ നിൽക്കാൻ വേണ്ടി പ്ലാൻ ചെയ്താണ് നിങ്ങൾ ഇതെല്ലാം ചെയ്തത്. അപ്പൊ സുധീഷ് പറയുകയാണ്, നിധി എന്റെ വീട്ടിൽ താമസിച്ചത് കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ. നിധി ചോദിക്കുന്നു, ഞാൻ എന്തിനാ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നത്? നിങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ വേണ്ടിയാണോ ഞാൻ തിരുവനന്തപുരത്തേക്ക് വന്നത്? ഞാൻ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയാ തിരുവനന്തപുരത്തേക്ക് വന്നത്. അതൊന്നും നടക്കാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ശ്രമിച്ചത്. നിങ്ങളുടെ ഭാര്യയായിട്ട് ഞാൻ നിങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ വേണ്ടി നിങ്ങൾ ഇതെല്ലാം പ്ലാൻ ചെയ്തതാ. എത്ര തവണ ഞാൻ ചോദിച്ചു, പ്രൂഫ്സ് ഇല്ലാതെ കല്യാണം നടക്കില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ കല്യാണം എങ്ങനെയാ നടന്നതെന്ന്. അപ്പൊ നിങ്ങൾ ഒന്നും അറിയാത്തതുപോലെ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് അഭിനയിച്ച് തകർക്കുമല്ലോ. അപ്പൊ നിങ്ങൾ പറഞ്ഞ നുണ പോലും ഞാൻ വിശ്വസിച്ചില്ലേ? നിങ്ങൾ പറയുന്നതെല്ലാം വിശ്വസിച്ച ഒരു പൊട്ടിയാണ് ഞാൻ. ആലോചിക്കുമ്പോഴാ എനിക്കിതെല്ലാം മനസ്സിലാകുന്നത്. നിങ്ങളുടെ കൺമുന്നിൽ തന്നെ ഞാൻ എത്ര സ്ഥലത്ത് ആധാർ കാർഡ് ഇല്ലാതെ നിന്നു, ഒരു ID പോലും ഇല്ലാതെ എത്ര സ്ഥലത്ത് ഞാൻ അപമാനിക്കപ്പെട്ടു. നിങ്ങൾക്ക് എങ്ങനെ തോന്നി അടുത്ത് നിന്ന് അതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കാൻ? നിങ്ങൾക്ക് ഇപ്പൊ പോലും ഒരല്പം കുറ്റബോധം പോലും ഇല്ലല്ലോ. ഞാൻ ഇവളെ ചതിക്കുകയല്ലേ, ID ഒന്നും ഇല്ലാതെ അവള് നാണം കെട്ട് നിൽക്കുകയല്ലേ എന്ന് ഒരു നിമിഷം കുറ്റബോധത്തോടു കൂടി നിങ്ങൾ ചിന്തിച്ചില്ലല്ലോ. നിധി വിഷമിക്കണ്ട, നമുക്ക് പുതിയ ആധാർ കാർഡ് എടുക്കാം, പുതിയ ആധാർ കാർഡിന് അപ്ലൈ ചെയ്യാം. അങ്ങനെ എനിക്ക് വേണ്ടി ആലോചിക്കുന്നതായി നിങ്ങൾ എത്ര തവണ അഭിനയിച്ചു? അപ്പൊ സുധീഷ് പറയുകയാണ്, അയ്യോ നിധി, ഞാൻ അങ്ങനെയൊന്നും അഭിനയിച്ചതല്ല. സത്യമായിട്ടും ഞാൻ നിധിക്ക് വേണ്ടി അങ്ങനെയെല്ലാം ചെയ്തത്. ഇത് കേട്ട് നിധി ചോദിക്കുന്നു, എന്നിട്ടാണോ പോക്കറ്റിൽ ആധാർ കാർഡ് വെച്ച് എന്നെ ചതിച്ചത്? അപ്പൊ തന്നെ ആധാർ കാർഡ് എടുത്ത് എനിക്ക് തരണ്ടായിരുന്നോ? ഞാൻ കഷ്ടപ്പെടുന്നതെല്ലാം കണ്ടുകൊണ്ട് നിന്നില്ലേ നിങ്ങൾ? അതായിരുന്നോ നിങ്ങളുടെ സഹായം? നിങ്ങൾ എന്നോട് ചെയ്തത് കൊടും ചതിയാ. ഞാൻ എത്ര കരഞ്ഞിട്ടുണ്ട്. ഒരു ഐഡന്റിറ്റി ഇല്ലാത്ത ആളായി പോയല്ലോ ഞാനെന്നും പറഞ്ഞു. ഞാൻ നിങ്ങളോട് അതെല്ലാം പറഞ്ഞിട്ടുമുണ്ട്. അതൊക്കെ കേട്ട് സുധീഷിന് എങ്ങനെ തോന്നി ആധാർ കാർഡ് പോക്കറ്റിൽ വെച്ചിരിക്കാൻ? വിഷമത്തോടുകൂടി സുധീഷ് പറയുന്നു, നിധി ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. അപ്പോൾ വിരൽ ചൂണ്ടി ദേഷ്യത്തോടുകൂടി നിധി പറയുകയാണ്, മിണ്ടരുത്. എന്നെ മാത്രമല്ല നിങ്ങൾ ചതിച്ചത്, പോലീസ് സ്റ്റേഷനിലുള്ള ആ പോലീസുകാരെ കൂടിയാ. ഗോപി സാറിനെ നിങ്ങൾ ഓരോന്ന് പറഞ്ഞ് ചതിച്ച് നിങ്ങൾക്ക് വേണ്ടി ഗോപി സാറ് ഡിവോഴ്സ് ചെയ്യരുതെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിരിക്കുന്നു. അപ്പൊ പോലും സുധീഷ് ഗോപി സാറിന്റെ അരികിലുണ്ടായിരുന്നു. നീ ഒരു ക്രിമിനലാടാ, പക്കാ ക്രിമിനൽ. നിന്നെ പോലെ ഒരു ക്രിമിനലിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇതെല്ലാം കേട്ട് സുധീഷ് തകർന്നു നിൽക്കുമ്പോൾ ഷട്ടിൽ കുത്തിപ്പിടിച്ച് ദേഷ്യത്തോടുകൂടി നിധി ചോദിക്കുന്നു, ഇത്രയ്ക്ക് മോശപ്പെട്ട ഒരാളായിരുന്നോ നീ? എനിക്കിപ്പോ തോന്നുവാ പോലീസ് സ്റ്റേഷനില് കല്യാണം എന്നൊരു ഓപ്ഷൻ നീ ആയിരിക്കും പറഞ്ഞതെന്ന്. കണ്ണു തിറങ്ങിയ സുധീഷ് പറയുന്നു, നിധി സത്യമായിട്ടും അങ്ങനെയല്ല. പോലീസ് സ്റ്റേഷനിലുള്ളവർ നമ്മള് ലവേഴ്സ് ആണെന്നാ വിചാരിച്ചത്. അവരങ്ങനെ വിചാരിച്ചില്ലായിരുന്നെങ്കിൽ നിധിയുടെ അച്ഛൻ നിധിയെ കൂട്ടിക്കൊണ്ടു പോകുമായിരുന്നു. അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാ നമ്മള് ലവേഴ്സ് ആണെന്ന് അവര് പറഞ്ഞപ്പോൾ ഞാൻ മറുത്തൊന്നും പറയാതിരുന്നത്. അവരെന്നോട് നിധിയെ കല്യാണം കഴിക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഒരു ഞെട്ടലായിരുന്നു നിധി. പക്ഷെ നിധിയെ ആ പ്രതിസന്ധിയിൽ നിന്നും രക്ഷിക്കാൻ എനിക്ക് വേറെ വഴി അറിയില്ലായിരുന്നു. നിധി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് നിധിയെ കല്യാണം കഴിക്കാൻ വേണ്ടിയല്ല ഞാൻ അങ്ങനെയൊന്നും ചെയ്തത്. ആ സമയത്ത് നിധിയുടെ ആധാർ കാർഡ് എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന കാര്യം പോലും എനിക്ക് അറിയില്ലായിരുന്നു. അന്നത്തെ ടെൻഷനിടയിൽ ഞാൻ കൊടുത്തതായിരിക്കും, പക്ഷെ അത് കൊടുത്തതുപോലും എനിക്ക് ഓർമ്മയിലില്ല. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി നിധി സുധീഷിനെ തള്ളി മാറ്റുമ്പോൾ സുധീഷ് പറയുന്നു, നിധി ഇതാണ് നടന്ന സത്യം. നിധി ഒന്ന് നന്നായി ആലോചിച്ച് നോക്ക്. അന്ന് നമ്മുടെ കല്യാണം നടന്നില്ലായിരുന്നെങ്കിൽ നിധിക്ക് സമാധാനത്തോടുകൂടി തിരുവനന്തപുരത്തേക്ക് വരാൻ കഴിയില്ലായിരുന്നു. നിധി ആഗ്രഹിച്ചതുപോലെ ജോലിക്ക് പോകാൻ പറ്റില്ലായിരുന്നു. നിധിയുടെ കല്യാണം കഴിഞ്ഞതുകൊണ്ടാണ് നിധിയുടെ വീട്ടുകാർ നിധിയെ ശല്യം ചെയ്യാൻ നിൽക്കാഞ്ഞത്. ഒരുപക്ഷെ നിധി കല്യാണം കഴിക്കാതെ തിരുവനന്തപുരത്തേക്ക് വന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവര് നിധി അന്വേഷിച്ച് തിരുവനന്തപുരത്തേക്ക് വരുമായിരുന്നു. നിധി ഇപ്പം തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയേനെ അവർ. ഇതെല്ലാം ഒന്ന് ആലോചിച്ചു നോക്ക്. പെട്ടെന്ന് തന്നെ കുറ്റവാളിയാക്കാതെ. ദേഷ്യത്തോടുകൂടി ഉറക്കെ നിധി പറയുന്നു, എടാ നീ കുറ്റവാളിയാടാ. നീ എന്നോട് സംസാരിച്ച ഓരോ വാക്കുകളും നുണയായിരുന്നു. വീടിനെ പറ്റി നീ പറഞ്ഞത് കള്ളമായിരുന്നു. നിന്നെ പറ്റി നീ പറഞ്ഞത് കള്ളമായിരുന്നു. നിന്റെ കുടുംബത്തെ പറ്റി പറഞ്ഞതും നുണയായിരുന്നു. ആധാർ കാർഡ് കയ്യിലുണ്ടായിട്ടും ഇല്ലാന്ന് പറഞ്ഞില്ലേ, അതാണ് നീ പറഞ്ഞതിൽ ഏറ്റവും വലിയ നുണ. നീ വാ തുറന്നാലേ നുണയാ പറയുന്നത്. നുണ പറഞ്ഞ് നീ എന്നെ ചതിച്ചു. ഇതെല്ലാം ഞാൻ അറിഞ്ഞ നീ പറഞ്ഞ നുണകൾ. ഞാൻ അറിയാത്ത എത്ര നുണകൾ നീ പറഞ്ഞിട്ടുണ്ടായിരിക്കും. നിന്റെ അടുത്ത് നിൽക്കാൻ പോലും എനിക്ക് നാണക്കേടാ. അപ്പോഴാ നീ എന്നെ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. നിന്നെ പോലൊരു ചതിയനെ ആരെങ്കിലും ഇഷ്ടപ്പെടുമോടാ? ഇനി ഞാൻ നിന്നെ പ്രണയിക്കണം അല്ലേടാ?
ഇതെല്ലാം കേട്ട് കണ്ണു നിറങ്ങിയ നിധിയെ തന്നെ നോക്കി നിൽക്കുകയാണ് സുധീഷ്. നിന്നോടുള്ള എന്റെ എല്ലാ ബഹുമാനവും വിശ്വാസവും പോയി. അറിഞ്ഞോ അറിയാതെയോ ഇതുവരെ നീ ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും ഒരുപാട് നന്ദിയുണ്ട്. അങ്ങനെ നിധി കൈകൂപ്പുമ്പോൾ തകർന്നു നിൽക്കുകയാണ് സുധീഷ്. വിരൽ ചൂണ്ടി നിധി പറയുന്നു, ഇനി ഈ പേരും പറഞ്ഞ് എന്നോട് സംസാരിക്കാൻ വരരുത്. നിന്നെ പോലൊരുത്തിനോട് എനിക്ക് ഒരിക്കലും പ്രണയം തോന്നില്ല. നമ്മുടെ കല്യാണം ശരിക്കുള്ള കല്യാണമായി മാറ്റിയെടുക്കാമെന്ന് നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. ഞാൻ തിരുവനന്തപുരത്തേക്ക് വന്നതിന് ശേഷം ചെയ്ത ഏറ്റവും നല്ല കാര്യം നിന്നെ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചതാ. നിന്നെ ഡിവോഴ്സ് ചെയ്തതിനു ശേഷം നീയുള്ള ഭാഗത്തേക്ക് പോലും ഞാൻ വരില്ല. നീ ചെയ്തതെല്ലാം ഓർക്കുമ്പോൾ നിന്നെ കൊന്നുകളയാനാ എനിക്ക് തോന്നുന്നത്. എന്റെ മുന്നിൽ ദയവ് ചെയ്ത് നിൽക്കരുത്. എവിടെയാണെന്ന് വെച്ചാ പോ. അങ്ങനെ പുച്ഛത്തോടും ദേഷ്യത്തോടും കൂടി സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് കുറച്ചങ്ങോട്ടേക്ക് മാറി നിൽക്കുകയാണ് നിധി. സുധീഷ് വളരെ വിഷമത്തോടു കൂടി നിധിയുടെ അരികിലേക്ക് വരുമ്പോൾ ദേഷ്യത്തോടു കൂടി സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് നിധി അവിടെ നിന്ന് പോവുകയാണ്. വളരെ വിഷമത്തോടു കൂടി സുധീഷും പിന്നാലെ വരുന്നു. തുടർന്നവർ സ്കൂട്ടറിൽ ബീച്ചിൽ നിന്നും വീട്ടിലേക്ക് വരികയാണ്. അകത്തേക്ക് കയറി വരുന്ന നിധി ആരുടെയും മുഖത്തേക്ക് നോക്കാതെ ദേഷ്യത്തോടു കൂടി റൂമിലേക്ക് പോകുമ്പോൾ സുഭാഷും നികേഷും ഹരീഷും സംശയത്തോടു കൂടി സുധീഷിനെ നോക്കുകയാണ്. സുഭാഷ് സുധീഷ് എന്ന് വിളിക്കുമ്പോൾ വളരെ വിഷമത്തോടു കൂടി അടുക്കളയിലേക്ക് പോയി വെള്ളം എടുത്ത് കുടിക്കുകയാണ് സുധീഷ്. തുടർന്ന് സുധീഷ് ഹാളിലേക്ക് വന്നിരിക്കുമ്പോൾ ഹരീഷ് ചോദിക്കുന്നു, എന്തു പറ്റി സുധീഷ് ഏട്ടാ, നിങ്ങളാരും ഇതുവരെ ഉറങ്ങിയില്ലെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നികേഷ് ചോദിക്കാണ്, എന്താ സുധീഷ് ഏട്ടാ, ഏട്ടത്തിക്ക് സുധീഷ് ഏട്ടനെ ഇഷ്ടമല്ലാന്ന് പറഞ്ഞു. സുധീഷ് ഏട്ടന്റെ മുഖം വല്ലാതിരിക്കുന്നല്ലോ. അപ്പൊ ഹരീഷ് ചോദിക്കാണ്, സുധീഷ് ഏട്ടൻ പറഞ്ഞില്ലേ? അപ്പൊ സുധീഷ് പറയുകയാണ്, ഇല്ല, ഇനി അതിനുള്ള സമയം ആയിട്ടില്ല. അപ്പൊ നികേഷ് പറയുകയാണ്, സുധീഷ് ഏട്ടനും ഏട്ടത്തെയും പോയിട്ട് ഒരുപാട് സമയമായല്ലോ. ഹരീഷ് ചോദിക്കുന്നു, നിങ്ങൾ ഇത്രയും നേരം എന്ത് ചെയ്യുകയായിരുന്നു? അപ്പൊ നികേഷ് പറയുകയാണ്, സുധീഷ് ഏട്ടൻ ഇന്ന് ഏട്ടത്തിയോട് പ്രണയം പറയാന്ന് പറഞ്ഞല്ലേ പോയത്. ഞാൻ ആ കാര്യം സുഭാഷ് ഏട്ടനോട് പറയുകയും ചെയ്തു. സുധീഷ് ഏട്ടനൊന്നും പോയെന്ന് പറഞ്ഞ് നികേഷും ഹരീഷും ഉറങ്ങാനായി കിടക്കുകയാണ്. സുഭാഷ് സംശയത്തോടു കൂടി സുധീഷിനെ നോക്കുന്നുണ്ട്. സുധീഷ് ഉറങ്ങാനായി സുഭാഷിന്റെ അരികിലേക്ക് വന്നിരിക്കുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, എടാ സുധീഷ്, നിങ്ങൾ ഭക്ഷണം കഴിച്ചായിരുന്നോ? കഴിച്ചെന്ന് പറഞ്ഞ് സുധീഷ് ഉറങ്ങാനായി കിടക്കുമ്പോൾ സുഭാഷ് സുധീഷിനെ ശ്രദ്ധിക്കുകയാണ്. അപ്പൊ ഹരീഷ് പറയുന്നു, സുധീഷിന്റെ പോയ കോൺഫിഡൻസ് കണ്ടപ്പോൾ ഈ നേട്ടത്തിയോട് പ്രണയം പറയുമെന്നാ ഞങ്ങള് വിചാരിച്ചത്. അപ്പൊ സുഭാഷ് പറയുകയാണ്, ഇന്ന് സുധീഷിന് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി കാണില്ല. പതിയെ പതിയെ അവൻ തന്നെ അവന്റെ ഇഷ്ടം നിധിയോട് പറയും. നിങ്ങൾ ഉറങ്ങിക്കോ, രാവിലെ കട തുറക്കേണ്ടതാണെന്ന് പറഞ്ഞ് ഹരീഷ് കണ്ണടച്ചു കിടക്കുകയാണ്. ഹരീഷും നികേഷും ഉറങ്ങിയതിനു ശേഷവും സുധീഷ് ഉറങ്ങാതെ കണ്ണു നിറഞ്ഞ് ആലോചിച്ചു കിടക്കുന്നത് സുഭാഷ് ശ്രദ്ധിക്കുന്നുണ്ട്. തുടർന്ന് രാവിലെ എഴുന്നേറ്റ് നിധി ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നികേഷും സുഭാഷും ഹരീഷും അരികിലേക്ക് വന്ന നിധിയോട് സംസാരിക്കുകയാണ്. ഈ സമയം ഉറക്കം ഉണർന്ന് അവിടേക്ക് വരികയാണ് സുധീഷ്. നിധി ദേഷ്യത്തോടു കൂടി സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് മുഖം തിരിക്കുമ്പോൾ നിധി ഒന്ന് നോക്കിയിട്ട് വിഷമത്തോടു കൂടി നിൽക്കുകയാണ് സുധീഷ്. ഇത് സുഭാഷും ഹരീഷും നികേഷും ശ്രദ്ധിക്കുന്നുണ്ട്. ബ്രഷ് ചെയ്ത് സുധീഷ് ഹാളിലേക്ക് വന്നിരിക്കുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, എന്തു പറ്റിയുടെ സുധീഷ്, നിനക്ക് പനിയുണ്ടോ? അപ്പൊ സുധീഷ് പറയുന്നു, പനിയൊന്നുമില്ല സുഭാഷ് ഏട്ടാ. നികേഷ് ചോദിക്കുന്നു, ഏട്ടത്തിയാണോ ഇന്നലെ മുഴുവൻ വണ്ടി ഓടിച്ചത്? അതേന്ന് നിധി പറയുമ്പോൾ നികേഷ് പറയുകയാണ്, സൂപ്പർ ഏട്ടത്തി. ഏട്ടത്തി ഇപ്പം സുധീഷ് ഏട്ടനെ പിന്നിലിരുത്തി ഓടിക്കാറായില്ലേ, ഇനി ഏട്ടത്തി വണ്ടി എടുക്കാൻ പേടിക്കണ്ട. അപ്പൊ ഹരീഷ് പറയുകയാണ്, ഇനി ഓഫീസിലേക്ക് സ്കൂട്ടറിൽ പോയാൽ മതി. അപ്പോൾ നിധി പറയുന്നു, ലൈസൻസ് ഇല്ലല്ലോ. ഇത് കേട്ട് സുഭാഷ് പറയുകയാണ്, ലൈസൻസിന്റെ കാര്യമൊക്കെ സുധീഷ് നോക്കിക്കോളും. സുധീഷ്, ലൈസൻസിന്റെ കാര്യം എത്രയും പെട്ടെന്ന് ശരിയാക്കണം. ശരി സുഭാഷ് ഏട്ടാന്ന് സുധീഷ് പറയുമ്പോൾ ദേഷ്യത്തോടു കൂടി സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് നിധി അകത്തേക്ക് പോവുകയാണ്. നിങ്ങൾ വഴക്കിട്ടോന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ വഴക്കൊന്നുമില്ല സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞ് സുധീഷ് അടുക്കളയിലേക്ക് പോവുകയാണ്. നിധി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ സുഭാഷും നികേഷും നിധിയോട് സംസാരിക്കുകയാണ്. സുധീഷനും ഏട്ടത്തെയും കൂടി ഇന്നലെ പുറത്തു പോയപ്പോൾ വഴക്കുണ്ടാക്കിയോ? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ നികേഷ് ചോദിക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് നിധി പുറത്തേക്ക് പോവുകയാണ്. തുടർന്ന് നിധി തുണി കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ സുധീഷ് അവിടേക്ക് വരികയാണ്. സുധീഷിനെ കണ്ട് ദേഷ്യത്തോടു കൂടി നിധി അകത്തേക്ക് പോകാനായി തുടങ്ങുമ്പോൾ സുധീഷ് പറയുന്നു, ഒരു മിനിറ്റ്. അപ്പൊ നിധി ചോദിക്കാണ്, ഇപ്പൊ എന്തിനാ ആരോടും നേരെ സംസാരിക്കാതെ ഒതുങ്ങി മാറിപ്പോകുന്നത്? അപ്പൊ സുധീഷ് പറയുകയാണ്, നിധി എനിക്ക് പറ്റുന്നില്ല, എനിക്ക് അവിടെ ഇരിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പൊ നിധി ചോദിക്കാണ്, എന്താ നിങ്ങൾ ചെയ്ത ചതി ഞാൻ ഈ വീട്ടിലുള്ളവരോട് പറയുമോ എന്നുള്ള ഭയമാണോ? ഞാനത് പറയാനൊന്നും പോകുന്നില്ല. സുഭാഷ് ഏട്ടൻ ഇതൊക്കെ അറിഞ്ഞാൽ ഒരുപാട് വിഷമിക്കും. സുഭാഷ് ഏട്ടൻ മാത്രമല്ല ഹരീഷും നികേഷും എല്ലാം വല്ലാതെ വിഷമിക്കും. ഞാൻ അതുകൊണ്ട് അവരോടൊന്നും പറയില്ല. സുധീഷും ഈ കാര്യമൊന്നും അവരോട് പറയണ്ട. നിങ്ങൾ അറിയാതെ ചെയ്തതൊന്നുമല്ലല്ലോ, അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണെന്ന് എനിക്കറിയാം. അപ്പൊ സുധീഷ് പറയുകയാണ്, നിധി ദയവ് ചെയ്ത് എന്നെ ഒന്ന് മനസ്സിലാക്ക്. അന്ന് ID പ്രൂഫ് കൊടുത്തൊന്നും എനിക്ക് ഓർമ്മയിലേ ഇല്ല. നിധി ഒരിക്കൽ തക്കലയിൽ വെച്ച് ആധാർ കാർഡിന്റെ കോപ്പി എടുക്കാൻ വേണ്ടി എന്റെ തന്നായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ വെച്ച് നിധിയുടെ ആധാർ കാർഡ് ചോദിച്ചപ്പോൾ ഞാൻ പോലും അറിയാതെ അതെടുത്ത് കൊടുത്തതാ. സത്യമായിട്ടും എനിക്ക് ഓർമ്മയില്ല നിധി. എനിക്ക് ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ നിധിയെ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടുത്തുമായിരുന്നു. ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്കണം നിധി. തടങ്ങിയോട് നിധി പറയുന്നു, നിങ്ങൾ ചെയ്ത ചതി ഞാൻ നിങ്ങളുടെ വീട്ടിൽ പറയില്ലെന്നാ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന നുണയല്ല ഞാൻ വിശ്വസിക്കുമെന്ന് വിചാരിക്കണ്ട. ഇവളൽപ്പം താന്നു തരുന്നത് കൊണ്ട് 4 നുണ കൂടി പറഞ്ഞ് ഇവളെ പഴയതുപോലെ ആക്കി എടുക്കാമെന്നൊന്നും വിചാരിക്കണ്ട. ഈ വീട്ടിലുള്ളവര് വിഷമിക്കാതിരിക്കാൻ വേണ്ടിയാ ഞാനിപ്പം സുധീഷിനോട് സംസാരിക്കുന്നത്. അപ്പൊ സുധീഷ് പറയുകയാണ്, നിധിക്ക് എന്നോട് നല്ല ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ഒരേ ഒരു കാര്യം പറഞ്ഞിട്ട് പൊയ്ക്കോളാം. അത് മാത്രം ഒന്ന് കേൾക്കണം. നിധിക്ക് ലൈസൻസ് മേടിക്കാം, പക്ഷേ ഈ വീടിന്റെ അഡ്രസ്സിൽ നിധിക്ക് ഒരു
ഒരു പ്രൂഫ് വേണം. അത് ഞാൻ തന്നെ റെഡിയാക്കിക്കോളാം. നിധിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ലൈസൻസ് എടുക്കാം. നിധി ചോദിക്കുന്നു, പ്രൂഫ് റെഡിയാക്കിയിട്ട് അതിന്റെ പിന്നിലും എന്തെങ്കിലും ചതിയുണ്ടോ? അപ്പൊ സുധീഷ് പറയുകയാണ്, ഇല്ല നിധിക്ക് ഒരു പ്രശ്നം ഉണ്ടാകില്ല, ഞാൻ നോക്കിക്കോളാം. നിധിക്ക് ഉറപ്പായിട്ട് ലൈസൻസ് കിട്ടും. അങ്ങനെ നിധിയെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് സുധീഷ് അകത്തേക്ക് പോകുമ്പോൾ ദേഷ്യത്തോടു കൂടി ആലോചിച്ച് നിൽക്കുകയാണ് നിധി. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്